കണ്ണൻ, റഡാർ പരിശോധന ഉൾപ്പെടെ ഇന്ന് നടക്കുന്നുണ്ട്. ആ മേഖലയുടെ വ്യാപ്തി, ദുരന്തത്തിന്റെ വ്യാപ്തി അറിയാൻ ഡ്രോൺ പരിശോധന ഉൾപ്പെടെ നടക്കുന്നുണ്ട്. എപ്പോഴും കൂടിയായിരിക്കും ഈ സംവിധാനമൊക്കെ എത്തിക്കുക, അതോ എത്തിച്ചിട്ടുണ്ടോ? ആ പരിശോധനയൊക്കെ എങ്ങനെയായിരിക്കും ദൗത്യ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക? ഒപ്പം സൈന്യത്തിന്റെ സേവനമുണ്ട്. നാളെ മുതലുള്ള പ്രവർത്തികൾ അവരും പങ്കാളികളാകുമോ? നാളെ മുതലുള്ള പ്രവർത്തികൾ എങ്ങനെയായിരിക്കും? അതോ ഏതെങ്കിലും തരത്തിൽ പ്ലാനിലൊക്കെ മാറ്റമുണ്ടാകുമോ? ആ രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ ഇന്ന് വരാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും പൂജ, ഇന്ന് അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടി ഡൽഹിയിൽ നിന്ന് വ്യോമമാർഗം റഡാർ സംവിധാനം എത്തിക്കുമെന്നാണ് ജില്ലാ കളക്ടർ രാവിലെ സംസാരിച്ചപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിന് ആ സംവിധാനം ഉപയോഗിച്ച് ഇന്ന് തന്നെ ആ പരിശോധന നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാര്യം 10 മീറ്റർ മുതൽ 70 മീറ്റർ വരെ ഉയരത്തിൽ മണ്ണ് മൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ തന്നെ മനുഷ്യരുണ്ടാകാം എന്നുള്ള നിഗമനമാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ റഡാർ സംവിധാനം ഉപയോഗിച്ച് അത്രയും ആഴത്തിൽ ഈ മനുഷ്യ സാന്നിധ്യം കണ്ടെത്തുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ നിന്ന് സൈന്യം ഉപയോഗിക്കുന്ന അത്യാധുനിക റഡാർ സംവിധാനം എത്തിച്ച് പരിശോധന നടത്താൻ തീരുമാനിച്ചത്. അത് ഇന്നലെ രാത്രി വൈകിയാണ് എത്തിക്കാൻ സാധ്യത. ഇന്ന് അതിനെക്കുറിച്ചുള്ള ഒരു സ്ഥിരീകരണം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരേണ്ടതുണ്ട്. അത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇന്ന് രാവിലേക്കുള്ളിൽ തന്നെ അത് ഈ പ്രദേശത്തേക്ക്, ചൂരൽമല ഭാഗത്തേക്കും മറ്റുള്ള പ്രദേശങ്ങളിലുമൊക്കെ തന്നെ എത്തിച്ച് അവിടെ പരിശോധന നടത്താനാണ് സാധ്യത. കാര്യം മണ്ണിൻ്റെ അടിയിലൊക്കെ തന്നെ ആൾക്കാരുണ്ടോ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾ എന്തെങ്കിലുമൊക്കെ തന്നെ ഉണ്ടോ എന്നുള്ള പരിശോധനയാണ് നടത്തേണ്ടത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇന്നലെ തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇന്ന് അത്തരത്തിലുള്ള ഒരു പരിശോധനയായിരിക്കും നടക്കുക. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി റഡാർ സംവിധാനം ഉപയോഗിച്ച് ഡ്രോണിൻ്റെ സഹായത്തോടു കൂടിയുള്ള റഡാറാണ് എന്നാണ് നമുക്ക് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അത് ഉപയോഗിച്ച് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്താൻ സാധിക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അടക്കമുള്ള ആൾക്കാരുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ മുണ്ടക്കയിലെ പരിശോധന, തിരച്ചിൽ അടക്കമുള്ള കാര്യങ്ങൾ ആരംഭിക്കും. ഒട്ടേറെ ആൾക്കാർ ഇവിടെ നിന്ന് മുന്നോട്ട് പോയിട്ടുണ്ട്. അവരൊക്കെ തന്നെ, സൈന്യമുണ്ട്, മറ്റ് സേനാ വിഭാഗങ്ങളുണ്ട്, അവരൊക്കെ തന്നെ മുന്നോട്ട് പോയിരിക്കുന്നു. അവരുടെ ഒരു പ്രവർത്തനങ്ങളുടെ കൂടി വിലയിരുത്തിക്കൊണ്ട് ഇന്ന് കൂടുതൽ ആൾക്കാർ, ഇന്നലെ 18 മൃതദേഹങ്ങളാണ് ഇന്നലെ കണ്ടെടുക്കാൻ സാധിച്ചത്. 352 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. കൂടുതൽ ആൾക്കാർ ഇനി മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. അവരെയൊക്കെ കണ്ടെത്തുക എന്നുള്ള ദൗത്യത്തിന് വേണ്ടിയാണ് ഈ റഡാർ സംവിധാനം ഇവിടെയൊക്കെ എത്തിക്കുന്നത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ, ഈ തെരച്ചിൽ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിരിക്കുന്നു. സൈന്യമാണ് അതിന് നേതൃത്വം നൽകുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഇവിടേക്ക് എത്തി ദൗത്യ സംഘത്തിൻ്റെ ഭാഗമായി, ഒപ്പം തന്നെ തിരച്ചിൽ സംഘത്തിൻ്റെ ഭാഗമായി ചേരാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരെ ഇവിടേക്ക് കയറ്റി വിടുക എന്നുള്ളത് ഈ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച്, അല്ലെങ്കിൽ ഇവിടുത്തെ നടക്കുന്ന ഒരു പ്രവൃത്തിയുടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ആൾക്കാരെ സ്ക്രീൻ ചെയ്ത ശേഷമാണ് ഇവിടെയൊക്കെ കയറ്റി വിടുന്നത്. നേരത്തെ ചിലപ്പോൾ ഒരു ഡിസാസ്റ്റർ ടൂറിസം എന്നുള്ള രീതിയിലൊക്കെ തന്നെ ഈ ദുരന്ത ഭൂമിയിലൊക്കെ തന്നെ ചില ആൾക്കാർ എത്തുന്ന ഒരു ദുഷ്കരമായ ഒരു മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയുണ്ട്. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനായാലും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി ഇപ്പോൾ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു.